പഠിപ്പിക്കണോ അതോ വേണ്ടയോ? ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ? പ്രത്യേകിച്ചും ക്രിസ്തീയ തിരുവെഴുത്തുകൾ നോക്കുമ്പോൾ. കാരണം ഒരിടത്ത് പറയുന്നു, അയ്യോ, നിങ്ങൾ അധികം പേരും പഠിപ്പിക്കാൻ പോകരുത്. പക്ഷേ വേറൊരിടത്ത് പറയുന്നു, ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടവരായിരുന്നു. അപ്പോ ഇതിലേതാണ് ശരി? ഈ കൗതുകകരമായ പസലിന്റെ ഉത്തരം നമുക്കൊരുമിച്ച് കണ്ടെത്താം. ഇവിടെയാണ് ശരിക്കും കൺഫ്യൂഷൻ തുടങ്ങുന്നത്. ഒരു വശത്ത് യാക്കോബ് വളരെ ശക്തമായി മുന്നറിയിപ്പ് തരുന്നു, നിങ്ങളിൽ അധികം പേരും ഗുരുക്കന്മാരാകാൻ ശ്രമിക്കരുത് എന്ന്. എന്നാൽ മറുവശത്ത് എബ്രായ ലേഖനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഹേയ്, നിങ്ങൾ ഇത്ര നാളായിട്ടും ഇപ്പോഴും മറ്റൊരാൾ പഠിപ്പിച്ചു തരുന്നത് കേട്ടിരിക്കുകയാണോ? ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഗുരുക്കന്മാരാകേണ്ടതായിരുന്നു. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. പഠിപ്പിക്കുക എന്നത് ശരിക്കും ഒരു കെണിയാണോ? അതോ അതൊരു ഒഴിച്ചുകൂടാനാവാത്ത കടമയാണോ? ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താൻ നമുക്കിതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടായിരിക്കും ബൈബിൾ ഇത്ര കടുപ്പത്തിൽ പറയുന്നത് ഗുരുവാകാൻ ശ്രമിക്കരുത് എന്ന്? ഇതിനു പിന്നിലുള്ള കാരണങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അതിശയിപ്പിച്ചേക്കാം. യാക്കോബിന്റെ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളെ വിധിക്കുന്ന അളവുകോൽ തന്നെ മാറുകയാണ്. സാധാരണ വിശ്വാസികളെക്കാൾ വളരെ കർശനമായൊരു ന്യായവിധിക്ക് നിങ്ങൾ വിധേയരാകും. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈയൊരു ഗൗരവം പുതിയ നിയമത്തിലെ മാത്രം കാര്യമല്ല കേട്ടോ. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ തന്റെ ജനത്തെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരോടുള്ള ദൈവത്തിന്റെ കോപം എത്രത്തോളം ശക്തമാണ് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിക്കുന്ന ഇടയന് കഷ്ടം എന്ന് പറയുമ്പോൾ ആ വാക്കുകളിലൊരു തീവ്രത കണ്ടോ? വീണ്ടും ആ ഉത്തരവാദിത്തം എന്ന വാക്ക് ശ്രദ്ധിക്കുക. ദൈവം നേരിട്ട് വന്ന് കണക്ക് ചോദിക്കും എന്നാണ് പറയുന്നത്. ഇത് വെറുമൊരു പൊതുവായ മുന്നറിയിപ്പല്ല, ഇതൊരു വ്യക്തിപരമായ കണക്ക് തീർപ്പാണ്. അതുകൊണ്ട് തന്നെ ആരും ഇതിനെ നിസാരമായി കാണരുത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ കള്ളപ്രവാചകന്മാരുടെ അപകടത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ പേരിൽ സ്വന്തം ഭാവനയിൽ നിന്ന് സംസാരിക്കുന്നവർ. ബൈബിൾ അവരെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെന്ന്. അതായത് പുറമേ കാണാൻ നല്ല ഭംഗിയും സൗമ്യതയുമൊക്കെ ഉണ്ടാകും, പക്ഷെ ഉള്ളിലവർ അങ്ങേയറ്റം അപകടകാരികളാണ്. ശരി, ഇതൊക്കെ കേട്ട ആർക്കായാലും തോന്നും, ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വലിയൊരു ന്യായവിധി തലയിൽ വെച്ച് എന്തിനാരെങ്കിലും പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലേ? ഈ ചോദ്യമാണ് നമ്മൾ ഈ പ്രതിസന്ധിയുടെ മറ്റു വശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് നാണയത്തിന്റെ മറ്റേ വശമൊന്ന് നോക്കാം. ഒരു വശത്ത് ഇത്രയും വലിയ മുന്നറിയിപ്പുകൾ നിൽക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുക എന്നത് എങ്ങനെ ഒരു ഉന്നതമായ, ഒരു ദൈവികമായ വിളിയായി മാറുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ മുന്നറിയിപ്പുകളും ഒരു വശത്ത് നിൽക്കുമ്പോഴും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം തന്നെ സഭയെ പടുത്തുയർത്താൻ വേണ്ടി ചിലരെ ഗുരുക്കന്മാരായി നിയമിക്കുന്നു. ഇതൊരു യാദൃശ്ചികതയല്ല, ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ കൊരിന്ത്യരിലെയോ എഫേസ്യരിലെയോ ലിസ്റ്റ് നോക്കിയാൽ ദൈവം സഭയിൽ വെച്ചിട്ടുള്ള ചില സ്ഥാനങ്ങൾ കാണാം. അപ്പൊസ്തലന്മാർ, പ്രവാചകന്മാർ, അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ആരാണ് നോക്കൂ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഇത് ദൈവം തന്നെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ എബ്രായ ലേഖനത്തിലെ വാക്യം ഓർമ്മയുണ്ടോ? അവിടെയാണ് ഈ ആശയത്തിന്റെ കാതൽ കിടക്കുന്നത്. ഓരോ വിശ്വാസിയും ഒരു വിത്തിൽ നിന്ന് തുടങ്ങി ഫലം കായ്ക്കുന്നൊരു മരം പോലെ വളരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മീയ പക്വതയുടെ ഒരു പ്രധാന അടയാളമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പ്രാപ്തരാകുക എന്നത്. അപ്പോ കണ്ടോ, ഇതാണ് ഈ വിഷയത്തിന്റെ ഒരു ട്വിസ്റ്റ്. അതെ, അപകടസാധ്യത വളരെ വലുതാണ്, പക്ഷേ ആ ഉത്തരവാദിത്തം ശരിയായി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ബഹുമാനം അതിലും വലുതാണ്. ഇരട്ടി ബഹുമാനത്തിന് യോഗ്യരാണവർ. ഇത് വെറുമൊരു ജോലിയല്ല, മറിച്ച് ആദരിക്കപ്പെടുന്ന ഒരു സമർപ്പണമാണ്. അങ്ങനെ നമ്മൾ ഈ വിശദീകരണത്തിന്റെ പരിഹാരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഒരാൾ പഠിപ്പിക്കണമോ വേണ്ടയോ എന്നതല്ല, മറിച്ച് എങ്ങനെ പഠിപ്പിക്കണം, ആരുടെ അധികാരത്തിൽ പഠിപ്പിക്കണം, അതാണ് പ്രധാനം. ഒരു യഥാർത്ഥ ഗുരുവിനെ ഒരു കള്ള ഉപദേഷ്ടാവിൽ നിന്ന് തിരിച്ചറിയാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, അവരെ അയച്ചത് ദൈവമായിരിക്കണം. അവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരാകരുത്. രണ്ടാമത്തത്, അവരുടെ ജീവിതം അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സാക്ഷ്യമായിരിക്കണം. മൂന്നാമതായി, അവരുടെ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനം സ്വന്തം ജ്ഞാനമോ ഭാവനയോ അല്ല, ദൈവത്തിന്റെ വചനമായിരിക്കണം. വ്യക്തിപരമായ ജീവിതശുദ്ധിയുടെ പ്രാധാന്യം നോക്കൂ. പൗലോസ് അപ്പോസ്തലന്റെ ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ കൊള്ളുന്ന ഒന്നാണല്ലേ? മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും ഒന്നാണോ എന്ന് സ്വയം ചോദിക്കാൻ ഇത് നമ്മളെ നിർബന്ധിക്കുന്നു. ഒരു ഗുരുവിന്റെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ യേശു പറഞ്ഞ ഈ ചെറിയ ഒരു ഉപമ മാത്രം മതിയാകും. അന്ധൻ അന്ധനെ വഴി കാണിക്കാൻ കഴിയുമോ എന്ന്. ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം, ഇല്ല. ഇരുവരും കുഴിയിൽ വീഴും. ഇതിലും ശക്തമായി ഈ ആശയം എങ്ങനെയാണ് പറയുക?
ഇത് ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഗുരുവിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയൊരു പ്രസ്താവനയാണിത്. അവസാനം പൂർണ്ണമായി പരിശീലനം നേടിയൊരു വിദ്യാർത്ഥി തന്റെ ഗുരുവിനെപ്പോലെയാകും. ഇതൊരു ഗുരുവിന്റെ പാരമ്പര്യത്തെയും അതിലൂടെ വരുന്ന വലിയ ഉത്തരവാദിത്വത്തെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം. ഈ ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. നിങ്ങളുടെ ജീവിതമൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ആരുടെ വിദ്യാർത്ഥിയാണ്? നിങ്ങൾ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത്? അതേസമയം നിങ്ങൾ ആരുടെയെങ്കിലും ഗുരുവായി മാറുന്നുണ്ടോ? ഈ മുന്നറിയിപ്പും ഈ വിളിയും നിങ്ങളുടെ ആത്മീയയാത്രയിൽ എവിടെയാണ് സ്ഥാനം പിടിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.